ഫ്രീഡം വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഏണിങ്സ് ഉള്ള, ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഡോക്ടേഴ്സ് ഫീൽഡ് ഏതൊക്കെയാണെന്നാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്പർ 10, ഡെന്റിസ്റ്റ്. ഒരു വർഷം ഇവരുടെ ശമ്പളം വരുന്നത് 1.61 കോടിയാണ്. ഡെന്റൽ ഫിസിഷ്യൻ, ഡെന്റൽ സർജൻ എന്നും ഇവർ അറിയപ്പെടുന്നു. ലൈസൻസ് ഉള്ള ഒരു ഡോക്ടർക്ക് ഉയർന്ന ശമ്പളമാണ് ഹോസ്പിറ്റലുകളിൽ ലഭിക്കുന്നത്. ഓരോ രാജ്യത്തെയും ആശ്രയിച്ച് ഈ സേവനം നടത്തുന്നതിന് ആരോഗ്യ ബോർഡ്, റെഗുലേറ്റർമാർ എന്നിവയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. നമ്പർ 9, അർജന്റ് കെയർ ഫിസിഷ്യൻ. അടിയന്തരമായുള്ള ചികിത്സ നൽകുന്ന ഈ ഡോക്ടർമാർക്ക് ഒരു വർഷം ഏകദേശം 1.70 കോടിയാണ് ശമ്പളം ലഭിക്കുന്നത്. ഗുരുതരമായ അപകടങ്ങളോ ഹൃദയാഘാതമോ മറ്റാരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ ഒരു ആശുപത്രിയിൽ അല്ലെങ്കിൽ ക്ലിനിക്കിൽ ഈ ഫിസിഷ്യനെ അത്യാവശ്യമാണ്. നമ്പർ 8, സർജൻ. ഓപ്പറേഷൻ നടത്താൻ ഈ ഡോക്ടർ അത്യാവശ്യമായതുകൊണ്ട് തന്നെ ഇവരുടെ വാർഷിക ശമ്പളം വരുന്നത് 1.77 കോടിയാണ്. ആഗോളതലത്തിൽ ഓരോ വർഷവും ഈ സർജൻ ഡോക്ടർമാർ 300 ദശലക്ഷത്തിലധികം ഓപ്പറേഷൻ നടത്തുന്നുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. BC 6-ാം നൂറ്റാണ്ടിലാണ് ആദ്യ ശസ്ത്രക്രിയ നടന്നതെന്ന് ചരിത്രം പറയുന്നത്. നമ്പർ 7, ഡെർമറ്റോളജിസ്റ്റ്. ചർമ്മവുമായി ബന്ധപ്പെട്ട ഈ ഡോക്ടർമാർക്ക് കിട്ടുന്ന വാർഷിക ശമ്പളം 1.86 കോടിയാണ്. മുഖത്തിന്റെയും മുടിയുടെയും നഖങ്ങളുടെയും എല്ലാം പ്രശ്നങ്ങളുടെ പരിഹാരം ഇവരിൽ ഉണ്ടാകും. 1708 പാരീസിലാണ് ആദ്യമായി ഈ മേഖലയ്ക്ക് ഒരു സ്കൂൾ തന്നെ തുടങ്ങിയത്. 4 വർഷമാണ് ഡെർമറ്റോളജിസ്റ്റിന് പഠന കാലാവധി. നമ്പർ 6, ഓർത്തോപെഡിസ്റ്റ്. നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട മസ്കുലോസ്കെലറ്റൽ ട്രോമ, നട്ടെല്ല് രോഗങ്ങൾ, ജന്മനാ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ എന്നിങ്ങനെയുള്ള അസുഖങ്ങൾക്ക് പരിഹാരം നൽകുന്ന ഡോക്ടർമാരാണ് ഇവർ. ഏകദേശം 1.87 കോടിയാണ് വർഷത്തിൽ ഇവർക്ക് ശമ്പളമായി ലഭിക്കുന്നത്. യുദ്ധകാലങ്ങളിൽ നിന്നുള്ള അപകടങ്ങളിൽ നിന്നാണ് ഓർത്തോപീഡിക് ഡോക്ടേഴ്സിന് സാധ്യത കൂടി വന്നത്. നമ്പർ 5, യൂറോളജിസ്റ്റ്. ജെനിറ്റോറിനറി ഫീൽഡ് എന്നറിയപ്പെടുന്ന ഇവർക്ക് 1.88 കോടിയാണ് വർഷത്തിൽ മാത്രം സാലറി ലഭിക്കുന്നത്. വൃക്കകൾ, അഡ്രീനൽ ഗ്രന്ഥികൾ, മൂത്രനാളി, മൂത്രാശയം, പുരുഷ പ്രത്യുൽപാദന അവയവങ്ങൾ എന്നിവയാണ് യൂറോളജിയുടെ പ്രധാനപ്പെട്ട മേഖലകൾ. ഫിസിഷ്യന്മാർക്ക് ഏറ്റവും ഉയർന്ന ഡിമാൻഡുള്ള മേഖലയാണ് ഇത്. നമ്പർ 4, ന്യൂറോളജിസ്റ്റ്. നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളിലുള്ള അവസ്ഥകളുടെയും രോഗങ്ങളുടെയും രോഗനിർണയവും ചികിത്സയും എല്ലാം ഈ ന്യൂറോളജി ഡോക്ടർമാർ കൈകാര്യം ചെയ്യുന്നു. ഒരു വർഷം ഇവരുടെ ശമ്പളം വരുന്നത് 1.94 കോടിയാണ്. സ്ട്രോക്ക്, അപസ്മാരം, പാർക്കിൻസൺസ് രോഗം പോലുള്ള ചലന വൈകല്യങ്ങൾ പോലുള്ളതെല്ലാം ഇവരാണ് നോക്കുന്നത്. നമ്പർ 3, ഓർത്തോഡോണ്ടിസ്റ്റ്. ഇപ്പോൾ നമ്മുടെ ഈ ലോകത്ത് ഏറ്റവും ഡിമാൻഡുള്ള ഡോക്ടർമാരാണ് ഇവർ. ഏകദേശം 2.12 കോടിയാണ് ഇവരുടെ വാർഷിക വരുമാനം വരുന്നത്. നിരതെറ്റിയ പല്ലുകളുടെയും താടി എല്ലുകളുടെയും ശരിയായ രീതിക്ക് ഈ ഡോക്ടർമാർ അത്യാവശ്യമാണ്. വ്യാവസായിക വിപ്ലവം വരെ ഇത് അപൂർവമായിരുന്നെങ്കിലും ഇപ്പോൾ ഇത് സാധാരണ ഒരു രോഗാവസ്ഥയാണ്. നമ്പർ 2, അനസ്തേഷ്യോളജിസ്റ്റ്. ഒരു ഓപ്പറേഷന് മുമ്പും ശേഷവുമുള്ള രോഗികളുടെ മൊത്തം പെരിയോപ്പറേറ്റീവ് പരിചരണമാണ് അനസ്തേഷ്യോളജി. ഏകദേശം 2.69 കോടിയാണ് ഇവർക്ക് ഒരു വർഷത്തിൽ ശമ്പളം നൽകുന്നത്. എമർജൻസി മെഡിസിൻ, പെയിൻ മെഡിസിൻ എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഒരു ഓപ്പറേഷന് വേദന കുറയ്ക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. നമ്പർ 1, കാർഡിയോളജി ഫിസിഷ്യൻ. ഒരു വർഷത്തിൽ 2.83 കോടിയാണ് ഇവരുടെ സാലറി വരുന്നത്. നമ്മുടെ ഹൃദയത്തിലെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്നതിലും നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിലും ഇവർ പ്രധാന പങ്ക് വഹിക്കുന്നു. ശരിക്കും ദൈവതുല്യർ എന്ന് തന്നെ ഇവരെ പറയാം. അതുകൊണ്ട് തന്നെ ഇവരുടെ വരുമാനവും വളരെ ഉയർന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.